ഹായ് ഗൈസ്, വെൽക്കം ടു സഫീസ് ഹോം ഡയറി. അപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു മലബാർ സ്നാക്കായിട്ടുള്ള കായ്പോളയാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. നമ്മുടെ വീട്ടിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. സിമ്പിളാണെങ്കിലും ഞാൻ ഉണ്ടാക്കിയിട്ട് 2 പ്രാവശ്യം ഫ്ലോപ്പ് ആയിട്ടുണ്ട്. ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിക്കാനൊക്കെ പറ്റും, പക്ഷേ എന്നാലും അത്ര പെർഫെക്റ്റ് ആയില്ല. അപ്പം ഞാൻ ചില കാര്യങ്ങൾ നമ്മുടെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പം അതെല്ലാം അതുപോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള കായ്പോള ഉണ്ടാക്കാം. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കായ്പോളക്ക് വേണ്ടത് നമുക്ക് മെയിനായിട്ട് പഴമാണ്, അതായത് നേന്ത്രപ്പഴം. അത്യാവശ്യം നല്ല പഴുപ്പുള്ള പഴം തന്നെ എടുക്കാൻ ശ്രമിക്കുക. ഞാനിപ്പോൾ ഒരു 4 പഴമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അളവാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ 4 പഴത്തിന് 4 മുട്ട ചേർക്കുന്നുണ്ട്. പഴത്തിനനുസരിച്ചായിരിക്കണം നമ്മൾ മുട്ട ചേർക്കുന്നത്. വലിയ പഴമാണെങ്കിൽ നമുക്ക് ഇതിലും കൂടുതൽ ചേർക്കേണ്ടി വരും. അത് മാത്രമല്ല, പഴം നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. അതിൽ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് മുട്ടയുടെ അളവാണ്. അപ്പോൾ അതിനനുസരിച്ച് എടുക്കണം. ഇനി വേണ്ടത് പഞ്ചസാരയാണ്. ഞാൻ ഇവിടെ ഇപ്പോൾ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, 2 ഏലക്കായ എടുത്തിട്ടുണ്ട്. അതിനി നമുക്ക് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി 1/4 കപ്പ് വരെ ആവാട്ടോ. അത് പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം. ഞാനിപ്പോൾ അത്യാവശ്യം മധുരമുള്ള പഴമാണ് എടുത്തേക്കണത്. അപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി മുട്ട കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അടിക്കണമെന്നില്ല, നമുക്കൊരു സ്പൂണ് ഫോർക്ക് വെച്ച് മിക്സ് ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ നന്നായിട്ട് അടിച്ചെടുക്കുന്നുള്ളൂ. ഇപ്പം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഴം അരിഞ്ഞെടുക്കണം. ഇതുപോലെയാണ് ഞാൻ പഴം എല്ലാം അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതായത് ഒരു പഴത്തിന് ഇങ്ങനെ നെടുകെ പൊളിക്കുക, എന്നിട്ട് വീണ്ടും ഒന്നും കൂടി അങ്ങനെ 4 പീസ് പോലെ മുറിക്കുക. എന്നിട്ട് ഒരുപാട് കട്ടി കുറച്ചല്ല, എന്നാൽ ഒരുപാട് കട്ടിയിലല്ല. അങ്ങനെ നമുക്ക് ഇതിനെ ഇങ്ങനെ നുറുക്കി അരിഞ്ഞെടുക്കണം. ഇനി ഞാനൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ്. എനിക്ക് നെയ്യുടെ ടേസ്റ്റ് അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ ചേർക്കണത്. അങ്ങനെ നെയ്യുടെ ടേസ്റ്റ് കുഴപ്പമില്ലാത്തവർക്കാണെങ്കിൽ പഴം ഇങ്ങനെ വാട്ടിയെടുക്കാനും ആവശ്യത്തിന് എല്ലാത്തിനും നെയ്യ് തന്നെ ഉപയോഗിക്കാം. ഞാൻ ഒരുപാട് നെയ്യുടെ ടേസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും റൈസിൻസും ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം അതൊന്ന് ജസ്റ്റ് റോസ്റ്റ് ചെയ്തെടുക്കുക. ഞാൻ കാഷ്യൂനട്ടാണ് ഇപ്പോൾ വറുത്തുകൊണ്ടിരിക്കുന്നത്. അതൊന്ന് ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആകുമ്പോൾ നമുക്ക് റൈസിൻസും ചേർത്ത് കൊടുക്കണം. ഇനിയെല്ലാം നമുക്ക് മാറ്റി കൊടുക്കാം. അയ്യോ, ഒരെണ്ണം പോയല്ലേ, അത് പോട്ടെ. ഇനി പഴം വാട്ടണം. പഴം നമ്മൾ ഇപ്പോൾ എനിക്ക് 4 പഴയുള്ളൂ, അതുകൊണ്ട് ഞാൻ എല്ലാം ഒരുമിച്ച് തന്നെ ഇട്ട് വാട്ടിയെടുക്കുകയാണ്. പഴം നമ്മൾ എടുക്കുമ്പോൾ എന്തായാലും കുറച്ച് പഴുത്ത് പോയെങ്കിൽ പോലും തീരെ പഴുക്കാത്ത പഴം എടുക്കരുത്. ഞാനങ്ങനെ വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു പ്രാവശ്യം. എനിക്കപ്പോൾ അത്ര ടേസ്റ്റ് തോന്നിയിട്ടില്ല. പഴത്തിൻ്റെ ഉള്ളിൽ അധികം വേവാത്ത പോലെ തോന്നും. പിന്നെ നമ്മൾ വാട്ടുമ്പോഴും ശ്രദ്ധിക്കുക, അത്യാവശ്യം വാട്ടുമ്പോൾ തന്നെ പഴം വെന്ത് വരണം. ഇപ്പോൾ നമുക്ക് പഴം കുറച്ച് ഒന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് നമുക്ക് ഇടയ്ക്ക് വേണമെങ്കിൽ നെയ്യോ എണ്ണയോ നമ്മൾ എന്താ ഉപയോഗിക്കുകയെന്ന് വെച്ചാൽ അത് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മൾ കായ്പോള ഉണ്ടാക്കുമ്പോൾ ഒട്ടും മുട്ടയുടെ അളവ് കുറഞ്ഞും പോവരുത്. ഒരു പ്രാവശ്യം അങ്ങനെ ഒരു ഫ്ലോപ്പ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ കായ്പോളയിൽ മുട്ടയുടെ അളവ് കുറഞ്ഞു പോയാലും നമുക്കത് സെറ്റായി വരുമ്പോൾ അത്രയ്ക്കൊരു സുഖം തോന്നില്ല. അപ്പോൾ നമ്മുടെ പഴം റെഡിയായി. ഇനി നമുക്കതൊന്ന് മിക്സ് എടുക്കണം. അപ്പോൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നമ്മൾ വാട്ടി അപ്പം തന്നെ ചൂടോടെ ചെയ്യരുത്. കുറച്ച് ജസ്റ്റ് ഒന്ന് ചൂടാറിയിട്ട് മുട്ട ഒഴിക്കുക. അല്ലെങ്കിൽ ആ മുട്ടയുടെ നമ്മൾ ഒഴിക്കണ വശം തന്നെ മുട്ട ചെറുതായിട്ട് വെന്ത പോലെ ആവും. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ കട്ട പിടിക്കും.
കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സും പഴം നമ്മൾ വാട്ടിയെടുത്തതും കൂടി ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ എല്ലാ സ്ഥലത്തേക്കും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ 2 ടീസ്പൂൺ പാൽപ്പൊടി ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇതിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ടേസ്റ്റ് കൂടും. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യണില്ല. ശരിക്കും ഞാനിപ്പോൾ മിക്സ് ചെയ്യണ കണ്ടോ, മുട്ടയും പഴവും കൂടി ഇതുപോലെ ഉണ്ടാവണം. അല്ലെങ്കിൽ മുട്ടയുടെ ഇത് കുറച്ച് മുകളിൽ നിൽക്കണം. പഴം അല്ലെങ്കിൽ രണ്ടും കൂടി മിക്സായി ഇരിക്കുകയാണെന്ന് നമുക്ക് തോന്നും, പക്ഷെ അത് വെന്ത് വരുമ്പോൾ പഴമൊക്കെ പൊന്തി വരും. അപ്പം അതില്ലാതെ ഇരിക്കാനാണ് ഞാൻ ഇങ്ങനെ പറയണത്. നമുക്ക് മുട്ടയുടെ ഈ ലിക്വിഡ് വെള്ളം പോലെ ഇരിക്കുന്ന ഭാഗമുണ്ടല്ലോ, അത് കുറച്ചും കൂടി ഇത്തിരി പൊന്തി നിൽക്കണം. പിന്നെ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കണം. അത് നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ മധുരത്തിൻ്റെ അളവ് നമ്മൾ ഈ പഴത്തിൻ്റെ മധുരം അനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അത്യാവശ്യം മധുരമുള്ള പഴം കാരണം കുറച്ച് പഞ്ചസാരയാണ്, അതായത് 1 കപ്പ് പഞ്ചസാരയോളം ചേർത്തിരിക്കുന്നത്. മധുരം അധികം കഴിക്കാത്തവരുണ്ടെങ്കിൽ വേണമെങ്കിൽ അതിലും കുറയ്ക്കാം. അതൊക്കെ എല്ലാം ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇനി നമുക്ക് ഇതുപോലെ അത്യാവശ്യം കട്ടിയുള്ള ഒരു പാൻ വെക്കണം. അത് പാൻ ചൂടായി വരുമ്പോൾ ഞാൻ കുറച്ച് നെയ്യ്, ഏകദേശം 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ നെയ്യൊന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്കത് നന്നായിട്ടൊന്ന് ചുറ്റിച്ച് അതിൻ്റെ വശത്തേക്ക് എല്ലായിടത്തേക്കും ഈ നെയ്യൊന്ന് ആക്കി കൊടുക്കണം. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കണ ആ പഴത്തിൻ്റെ കൂട്ട് ഇതിൽ കിടന്നാണ് ഇനി വെന്ത് സെറ്റായി വരേണ്ടത്. അപ്പോൾ അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യണത്. ഇനി നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്യാം. നമുക്ക് ഇതിൻ്റെ അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട് ഇതുപോലെ ഒരു പാൻ എടുക്കുക. അത് ഈ നമ്മൾ എടുത്തേക്കണ പാനിൻ്റെ താഴെ വെച്ചിട്ട് അതിൻ്റെ മേലെ ആയിരിക്കണം നമ്മൾ മാവ് ഒഴിക്കുന്ന പാൻ വെക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഒട്ടും അടിയിൽ പിടിക്കാതെ എന്നാൽ എല്ലായിടത്തും ഒരുപോലെ വെന്ത് നല്ലൊരു കായ്പോള കിട്ടും. നമ്മളെല്ലാവരും ഡയറക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കരിഞ്ഞു പോകും, അല്ലെങ്കിൽ എല്ലാ സൈഡും വേവില്ല, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പാൻ വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഇതുപോലെ അത്യാവശ്യം കട്ടിയുള്ള ഒരു മൂടി ഉണ്ടെങ്കിൽ അതായാലും ഉപയോഗിച്ചാൽ മതി. പാൻ വേണമെന്നൊരു നിർബന്ധവും ഇല്ല. നമ്മൾക്ക് ഇനി ഒന്നുകൂടി സ്പ്രെഡ് ചെയ്തിട്ട് ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കണ പഴത്തിൻ്റെ കൂട്ട് ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഒഴിക്കുമ്പോൾ പരമാവധി വശത്തേക്കൊന്നും തെറിക്കാതെ തന്നെ നല്ലൊരു ഷേപ്പിൽ ഒഴിക്കാൻ നോക്കുക, അല്ലെങ്കിൽ നമ്മുടെ കായ്പോള വെന്ത് വരുമ്പോൾ അരികൊക്കെ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമുക്കങ്ങനെ ഒഴിച്ച്, പിന്നെ ഒരു കാര്യം, നമ്മൾ പഴം എല്ലാ ഭാഗത്തും നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും ഒഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ പഴം ഒരു ഭാഗത്തേക്കായി നിൽക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനത് മൂടി വെച്ച് വേവിച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുകളിൽ ആ മുട്ടയുടെ വെള്ളം പോലെ നിന്നതൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കാഷ്യൂനട്ട് റൈസിൻസിൻ്റെ കുറച്ചെടുത്ത് അതിൻ്റെ മേലെ ഒന്ന് വിതറി കൊടുക്കുക. എന്നിട്ട് വീണ്ടും അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ ഫ്ലെയിം എപ്പോഴും നമ്മൾ സിമ്മിൽ, അല്ലെങ്കിൽ സിമ്മിനേലും കുറച്ച് മേലെയായിട്ട്, അതിലും കൂടി പോവരുത്, അങ്ങനെ മാത്രം വെക്കണം. അപ്പോൾ ഇനി നമുക്ക് ഇത് ഞാൻ ഏകദേശം ഒരു 15 മിനിറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് എല്ലാവരുടെയും എടുക്കണ പാനിൻ്റെയും അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്യാസ് സ്റ്റൗവിൻ്റെയൊക്കെ അനുസരിച്ചിരിക്കും. അപ്പോൾ എല്ലാവരും ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ എന്തെങ്കിലും ഒരു ടൂത്ത് പിക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇറുക്കിൽ അങ്ങനെ എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി ഇതിൽ പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് അപ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതുപോലെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് അതിലേക്ക് കമിഴ്ത്തി നമ്മളുടെ കായ്പോള എടുക്കുക. ബാക്കിയുള്ള നമ്മുടെ കാഷ്യൂനട്ട് എല്ലാം ഇതിൽ വിതറി കൊടുക്കുക. നമ്മളുടെ കായ്പോള റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവാമെന്ന് ഞാൻ കാണിച്ചു തരാം. വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഒരു ബുദ്ധിമുട്ടില്ലല്ലോ, എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം ഇതിൽ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നോക്കൂ, ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ശരിക്കും കാണിച്ചു തരാം. ഇങ്ങനെ പഴത്തിൻ്റെയും അതുപോലെ തന്നെ മുട്ടയുടെയും ഇങ്ങനെ ലെയർ പോലെ കാണാൻ മാത്രമല്ല കഴിക്കാനും നല്ലതാണ്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യണം. പുതിയൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം സഫീസ്.